നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏത് കുറ്റവാളിയെയും കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ചില ഇടപെടലുകളുണ്ട്. അതാണിപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണത്തിലും നമ്മൾ കാണുന്നത്. പി ദിവ്യ ജാമ്യം നേടി ജയിലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് വിളിച്ചു പറയുകയാണ് ഇപ്പോൾ CITU നേതാവ് മലയാലപ്പുഴ മോഹൻ. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് മലയാലപ്പുഴ മോഹൻ ആവശ്യപ്പെടുന്നത്. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. പമ്പിനായി അപേക്ഷ നൽകിയ പ്രശാന്തന്റെ പരാതി വ്യാജമാണോ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ കേസിൽ സംശയനിഴലിലാക്കുന്ന അപൂർവമായ കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. മുഖ്യമന്ത്രിയുടെ പേരിലാണ് ഒരു വ്യാജ പരാതി തയ്യാറാക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ അത് ഒറിജിനലാണോ വ്യാജനാണോ എന്നെന്തുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല? മലയാലപ്പുഴ മോഹൻ പറയുന്നത് അതുതന്നെ. ADM മരിച്ചതിന് ശേഷമാണ് ഇവർ പരാതിക്കത്ത് തയ്യാറാക്കിയത്. അതിലെന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല? പി ദിവ്യക്കെതിരായ പാർട്ടി നടപടി വൈകി. കേസന്വേഷണത്തിൽ യാതൊരുവിധ തൃപ്തിയുമില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല എന്നുറപ്പിച്ച് മലയാലപ്പുഴ മോഹൻ പറയുമ്പോൾ അത് പാർട്ടിയെ തളർത്തും എന്നുറപ്പ്. നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ദിവ്യ മാത്രമല്ല, മറ്റ് ചിലരുമുണ്ട്. മരണത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിരിക്കുന്നു. ജോലിയിൽ നിന്നും വിടുതൽ നേടിയ നവീൻ ബാബു തിരികെ ഔദ്യോഗിക വസതിയിലെത്തി ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ADMന്റെ ഡ്രൈവർ സംശയനിഴലിലാണ്. കേസന്വേഷണത്തിൽ യാതൊരുവിധ തൃപ്തിയുമില്ല. തന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് മലയാലപ്പുഴ മോഹൻ പറയുന്നു. എന്തുകൊണ്ട് ADMന്റെ ഡ്രൈവർ ഷംസുദ്ദീനെ ചോദ്യം ചെയ്തില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതേ, ശ്രദ്ധേയമായ ചോദ്യങ്ങളാണ് മലയാലപ്പുഴ മോഹൻ ഇപ്പോൾ ഉയർത്തുന്നത്. ഒരു CPMന്റെ നേതാവാണ് പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനുത്തരം പറഞ്ഞേ തീരൂ. എന്തുകൊണ്ടാണ് പ്രശാന്തന്റെ വ്യാജ പരാതി പോലും മുഖ്യമന്ത്രി അന്വേഷിക്കാതിരുന്നത്? പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ കളക്ടർക്കെതിരെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത നടത്തിയ അന്വേഷണത്തിൽ കളക്ടർ അരുൺ K. വിജയനെ പ്രതിരോധത്തിലാഴ്ത്തുന്ന തെളിവുകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കളക്ടറേറ്റ് ജീവനക്കാരുടെ നിർണായക മൊഴി. കളക്ടറുമായി നവീൻ ബാബു യാതൊരു വിധത്തിലും നല്ല ബന്ധം പുലർത്തിയിരുന്നില്ല എന്ന് കളക്ടറേറ്റിലെ ജീവനക്കാർ പറയുന്നു. നവീൻ ബാബു കണ്ണൂരിൽ ADMമായി ജോലിയിൽ പ്രവേശിച്ച ദിവസം അരമണിക്കൂർ വൈകിയെത്തിയതിന് കളക്ടർ മെമ്മോ നൽകിയിരുന്നു. അന്നു മുതൽ ഇരുവരും തമ്മിൽ വലിയ അകൽച്ചയിലായിരുന്നു. അവധി നൽകുന്നതിൽ കളക്ടർ സ്വീകരിച്ചിരുന്ന സമീപനവും നവീൻ ബാബുവിന് മാനസിക വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ. ഞായറാഴ്ച പോലും ഡ്യൂട്ടിക്ക് കയറാൻ നിർദ്ദേശിക്കും. കളക്ടറുമായി സംസാരിക്കാൻ പോലും നവീൻ ബാബുവിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്ന് ജീവനക്കാർ നൽകിയ മൊഴിയിൽ പറയുന്നു. യാത്രയയപ്പ് യോഗത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു തന്നെ വന്നു കണ്ട് തനിക്ക് തെറ്റുപറ്റി എന്ന കളക്ടറുടെ മൊഴി ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് കളക്ടറേറ്റിലെ ജീവനക്കാർ ഒന്നടങ്കം മൊഴി നൽകിയിരിക്കുന്നു. കളക്ടറുമായി നവീൻ ബാബുവിന് യാതൊരു ആത്മബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും പറഞ്ഞിരുന്നു. ഇവിടെ നടന്ന അന്വേഷണ സംഘത്തിന്റെ അട്ടിമറിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കളക്ടറേറ്റിലെ ജീവനക്കാരുടെ അടക്കം മൊഴി എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല? എന്തുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ മൊഴി പോലും അവർ രേഖപ്പെടുത്തിയില്ല? പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ തുടരുകയായിരുന്നു അന്വേഷണ സംഘമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ. ഇത് പൂർണ്ണമായും കളക്ടറെ പ്രതിരോധത്തിലാഴ്ത്തുന്നു. പ്രതിപട്ടികയിലേക്ക് കയറി നിൽക്കേണ്ട വ്യക്തി തന്നെയാണ് കളക്ടർ എന്ന് വ്യക്തം. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ ഡ്രൈവർ ഷംസുദ്ദീനെ എന്തുകൊണ്ട് പോലീസ് വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തില്ല എന്നത് ഇവിടെ ഏറെ സംശയം പകരുന്നു. പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള മുഖ്യ കാരണം കളക്ടറുടെ മൊഴി തന്നെ. കളക്ടർ ക്ഷണിച്ചതനുസരിച്ചാണ് താൻ യാത്രയയപ്പ് യോഗത്തിലെത്തിയത് എന്ന് കോടതിക്ക് മുൻപാകെ പി ദിവ്യയുടെ അഭിഭാഷകൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇക്കാര്യം സംശയലേശമന്യേ ഖണ്ഡിക്കാൻ ഇതുവരെ കളക്ടർക്ക് കഴിഞ്ഞില്ല. പോലീസ് സംഘത്തിന് മുന്നിലും കളക്ടർ അഴകുഴമ്പൻ സമീപനമാണ് പുലർത്തിയത്. ഈ മരണത്തിന് പിന്നിൽ കളക്ടർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ റിമാൻഡിലായിരുന്ന പി ദിവ്യ ഒടുവിൽ 11 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നത്. തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദാണ് 2 മണിക്കൂർ വാദം കേട്ടതിന് ശേഷം ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ADM കൈക്കൂലി വാങ്ങിച്ചതിന് സാഹചര്യ തെളിവുകളുണ്ട് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. പി ദിവ്യ യാത്രയയപ്പ് യോഗത്തിലെത്തി ആരോപണമുന്നയിച്ചത് നല്ല ഉദ്ദേശത്തിലായിരുന്നു.
യാത്രയയപ്പ് യോഗത്തിലെ സംസാരം ഒഴിവാക്കേണ്ടിയിരുന്നു എന്ന് കോടതിയിൽ സമ്മതിച്ചിരുന്ന കെ വിശ്വൻ പക്ഷേ പി ദിവ്യയുടെ സംസാരം, ഉദ്ദേശശുദ്ധി എന്നിവയിലൂന്നി തന്റെ വാദമുഖങ്ങൾ നിരത്തി. ഉപാധികൾ അനുസരിക്കാൻ തങ്ങൾ തയ്യാറാണ്, ആരോപണം നിലനിൽക്കുന്നതല്ല. കളക്ടറോട് ADM കുറ്റസമ്മതം നടത്തി. മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉത്തരവിൽ കോടതി പരാമർശമുണ്ടായിരുന്നില്ല എങ്കിൽ കുറ്റസമ്മതം ഞങ്ങൾ അറിയുമായിരുന്നില്ല. കൈക്കൂലി നൽകിയതിന് തങ്ങൾ ശാസ്ത്രീയ തെളിവുകൾ കൈമാറി എന്നു പ്രതിഭാഗം അഭിഭാഷകൻ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചില്ല. യാത്രയയപ്പ് ദൃശ്യം ദിവ്യ ആർക്കും കൈമാറിയിട്ടില്ല. സ്ത്രീയാണ്, ഭരണാധികാരിയായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ അമ്മയാണ്. ഒക്ടോബർ 5-ന് കൊയ്യം സഹകരണ ബാങ്കിൽ നിന്ന് പ്രശാന്തൻ 1 ലക്ഷം രൂപ സ്വർണ്ണ വായ്പയെടുത്തു. നവീൻ ബാബു ഒക്ടോബർ 6-ന് പ്രശാന്തനെ വിളിച്ചിരിക്കുന്നു. 11:10-ന് 23 സെക്കൻഡ് ഇരുവരും സംസാരിച്ചു. അപ്പോൾ പ്രശാന്ത് ശ്രീകണ്ഠപുരം എന്ന സ്ഥലത്ത് നെടുവാലൂരിലായിരുന്നു. 12:48-ന് ഇരുവരും കണ്ണൂരിൽ ഒരേ ടവറിന് കീഴിലെത്തി സംസാരിച്ചു. അന്ന് ഞായറാഴ്ചയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ കോടതിക്ക് മുൻപാകെ ഞങ്ങൾ ഹാജരാക്കി. നവീൻ ബാബു എന്തിനാണ് പ്രശാന്തിനെ വിളിച്ചത്? പണം നൽകിയത് സംബന്ധിച്ച് പ്രശാന്ത് പോലീസിനും വിജിലൻസിനുമൊക്കെ മൊഴി നൽകിയിരുന്നു. പൂർണ്ണമായും പി ദിവ്യയെ രക്ഷിക്കുന്ന തരത്തിൽ അന്വേഷണ സംഘം റിപ്പോർട്ടുകൾ കോടതിക്ക് മുൻപാകെ നൽകി. പ്രതിഭാഗം അഭിഭാഷകന്റെ ഈ ചോദ്യങ്ങൾ ഖണ്ഡിക്കാൻ എന്തുകൊണ്ട് പ്രോസിക്യൂട്ടർക്ക് കഴിഞ്ഞില്ല? കാരണം കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം ആരോപണങ്ങളെ കോടതിക്ക് മുൻപാകെ നിഷേധിക്കാൻ യാതൊരുവിധ ശ്രമങ്ങളും അന്വേഷണ സംഘം നടത്തിയില്ല. നവീൻ ബാബുവും പ്രശാന്തും തമ്മിൽ ഒന്ന് സംസാരിച്ചാൽ എന്താണ് തെറ്റ്? ഒരേ ടവർ ലൊക്കേഷന് കീഴിൽ ഇരുവരും വന്നു എന്നതിലും എന്താണ് തെറ്റ്? അതിലപ്പുറം നവീൻ ബാബുവിനെ പിന്തുടരുന്ന പ്രശാന്തന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത്തരം CCTV ദൃശ്യങ്ങൾ പ്രതിഭാഗം ബോധപൂർവം പ്രചരിപ്പിച്ചു. എന്നിട്ടൊടുവിൽ പ്രശാന്തൻ വിജിലൻസ് ഓഫീസിലെത്തി എന്ന് തെളിയിക്കാനായി ചില CCTV ദൃശ്യങ്ങൾ വരെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തു. കളക്ടറുടെ മൊഴി തന്നെയാണ് പി ദിവ്യയെ രക്ഷിച്ചെടുക്കാൻ പ്രതിഭാഗം ഉപയോഗപ്പെടുത്തിയത്. എന്നാൽ കളക്ടറെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം ആ മൊഴിയുടെ പൊള്ളത്തരം തിരിച്ചറിഞ്ഞില്ല. എന്തിനേറെ കളക്ടറേറ്റിലെ ജീവനക്കാരുടെയെങ്കിലും മൊഴി രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ കളക്ടറുടെ മൊഴി അസാധുവാകുമായിരുന്നു. നവീൻ ബാബുവിന് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരുവിധ അന്വേഷണവും അന്വേഷണ സംഘം നടത്തിയില്ല. ഡ്രൈവർ ഷംസുദ്ദീനെ കാര്യമായി ചോദ്യം ചെയ്തില്ല. എന്തിന് വ്യക്തമായി മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് സംഘം മെനക്കെട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെ അടക്കം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ പോലും മൊഴി രേഖപ്പെടുത്തി കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ യാതൊരുവിധ ശ്രമങ്ങളും അന്വേഷണ സംഘം നടത്തിയില്ല. കൃത്യമായ അട്ടിമറിയിലൂടെ പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാൻ ഇടവരുത്തി. CBI കേസ് അന്വേഷിക്കണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ആവശ്യപ്പെടുന്നതിന് പിന്നിലെ കാരണവും ഇതുതന്നെ. പക്ഷേ ദൈവത്തിന്റെ ഇടപെടൽ പോലെ ഒരുപാട് തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഈ കേസ് CBI അന്വേഷിക്കുമെന്നും പി ദിവ്യ അടക്കമുള്ള കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.